പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബാക്കരിയാണ്. ബാക്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന റൊട്ടിയാണ്. റൈസിൻ്റെ പൊടിയും കൊണ്ടുണ്ടാക്കുന്ന റൊട്ടിയാണ്. നമ്മൾ ഗോതമ്പ് പൊടിയും കൊണ്ടല്ലേ റൊട്ടി ഉണ്ടാക്കാറ്. അപ്പോൾ ഇവിടെ റൈസിൻ്റെയാണ് ഇവർ കൂടുതലും കഴിക്കുന്നത്. റൈസിൻ്റെ റൊട്ടിയാണ് കഴിക്കുന്നത്. രാത്രിയിലും ഒക്കെ ഇവർ ഇതാണ് കഴിക്കുന്നത്. അപ്പോൾ അത് നല്ലതായിട്ട് സാധാരണ നമ്മുടെ അരിപ്പൊടിയാണ്, നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടിയില്ലേ, അത് ഊട്ടത്തെ അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതിങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കും. ഉപ്പ് മാത്രമേ ഇടത്തുള്ളൂ, ഓയിലൊന്നും ഒഴിക്കില്ല. ഉപ്പും ചൂടുവെള്ളവും കൂടിയിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴക്കുന്നത് അതുപോലെ തന്നെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൈ കൊണ്ടാണ് പരത്തിയെടുക്കുന്നത്. കണ്ടോ, നമ്മുടെ കൈയുടെ ഉൾഭാഗം ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് വട്ടം കറക്കിയാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഇച്ചിരി പൊടി ഇടയ്ക്ക് തൂകിക്കൊടുക്കും, അരിപ്പൊടി തന്നെ തൂകിക്കൊടുക്കും. ഇത് ചപ്പാത്തി പലകയിലൊന്നും വെച്ചിങ്ങനെ പരത്തത്തില്ല, നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ഇവിടെ പരത്തുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചപ്പാത്തി ചുടുന്ന പോലെ ദോശക്കല്ലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ചവെള്ളമാണ് അതിൻ്റെ പുറത്തിങ്ങനെ കൈ കൊണ്ട് തൂത്ത് കൊടുക്കേണ്ടത്. ഓയിലൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നതേ ഇല്ല. നമ്മൾ കുഴയ്ക്കുമ്പോഴും ഓയിൽ ഉപയോഗിക്കുന്നില്ല, ഇത് ചുടുമ്പോഴും ഓയിൽ ഉപയോഗിക്കത്തില്ല. തിരിച്ചു മറിച്ചു വിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കത്തതേ ഉള്ളൂ. ഇത് ആ പ്ലേറ്റിൻ്റെ ഫുൾ വലുപ്പത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. ചെറുതും ഉണ്ടാക്കാം, വലുതും ഉണ്ടാക്കാം. അപ്പം ഉണ്ടോ ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ടാണിത്. ഇത് നല്ലതായിട്ട് പൊന്തി വരും. ചിലപ്പോഴൊക്കെ പൊന്തത്തുള്ളൂ. നമ്മൾ വീഡിയോ ഒന്നും എടുക്കുമ്പോൾ ഇത് പൊന്തി വരാറില്ലല്ലോ അല്ലെങ്കിലും ഒന്നും. അപ്പോൾ ഇതിങ്ങനെ നല്ല സോഫ്റ്റ് ആകട്ടോ. ഇതിപ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഇച്ചിരി നമ്മൾ കല്ലിൽ നിന്ന് ഇറക്കി കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് സോഫ്റ്റ് ആകും. ഇവരിതിന് ബാക്കരി എന്നാണ് പറയുന്നത്. ഇത് റൈസിൻ്റെ ബാക്കരി. അതുപോലെ തന്നെ ഒത്തിരി ബാക്കരി ഉണ്ട്. ഓരോന്ന് ജവാരിയുടെ ഉണ്ട്, അങ്ങനെ കുറേ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഇത് റൈസ് പൗഡർ കൊണ്ടുണ്ടാക്കുന്ന ബാക്കരിയാണ്. ഇവിടുത്തുകാർ കൂടുതലും ഇതൊക്കെയാണ് കഴിക്കുന്നത് രാത്രിയിൽ. ഇവർ നമ്മുടെ ചോറ് കുറച്ച് കഴിച്ചുകൊണ്ട് ഇതാണ് കഴിക്കുന്നത്. ഇതും റൈസാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടോ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇങ്ങനെ പൊന്തി വരും ഉൾഭാഗം. ഇതിനകത്തൊരു ശകലം പോലും ഓയിൽ തൂക്കുന്നില്ല, എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നോൺ വെജിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ചിക്കൻ കറി അങ്ങനെ മട്ടൻ കറിയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഇത് വെജിറ്റബിൾസിൻ്റെ കൂടെയും കഴിക്കും. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പൂ പോലെ ഇരിക്കും ഇത്. പിന്നെ പ്രത്യേകിച്ച് വലിയ ഫ്ലേവറൊന്നുമില്ല ഇതിന്. ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ ആ അരിപ്പൊടിക്കകത്ത്. എന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ ഇത് അറിയാമല്ലോ എല്ലാവർക്കും, ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. നമ്മുടെ ചേമ്പലയും കൊണ്ടുണ്ടാക്കുന്ന ആലുവടി എന്നും പറഞ്ഞുള്ള റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതാണിത്.